Hi, my dear students. Welcome to Xylem Learnings. എല്ലാവർക്കും Xylem Learningsിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും ലൈവ് ക്ലാസ്സിലേക്ക് വരിക. ലൈവ് സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ? നിങ്ങളുടെ കമന്റ്സ് കൂടിയാണ് അല്ലേ? അപ്പൊ എല്ലാവരും ലൈവ് ക്ലാസ് കാണുന്നവരൊക്കെ ഒന്ന് കമന്റ്സിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാം കേട്ടോ. ആരൊക്കെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് പേരൊന്ന് വേഗം മെൻഷൻ ചെയ്തേ. യെസ്, ഹായ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഹായ്. നമ്മുടെ ലൈവ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമ്മൾ 7:30 നമ്മൾ ടൈമിംഗ് പറഞ്ഞിരുന്നത്. ഷാർപ്പ് 7:30 തന്നെ നമ്മുടെ ലൈവ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? ഒന്നല്ല, രണ്ട് പ്രത്യേകതകളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നവംബർ 1 ഇന്ന് നമുക്കറിയാം കേരള പിറവിയാണ്. എല്ലാവർക്കും ടീച്ചറിന്റെ വക ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ കേട്ടോ. എല്ലാവരും നല്ലൊരു കുട്ടികളായി ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കുക. കാരണം ഇന്നെന്താണ്? യെസ്, നിങ്ങളുടെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രത്യേകത, ശരിയല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇനി പഴയ പോലെ തന്നെ നമ്മുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുക, സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുക. അതിന്റെ കൂടെ എന്തും ചെയ്യണം? യെസ്, നിങ്ങളുടെ സേഫ്റ്റി മെഷർമെന്റ്സ്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കാര്യം കൂടി നമ്മൾ നോക്കണം അല്ലേ? ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരുടെ കാര്യം നോക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി മെഷർമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. മാസ്ക് ഇടുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങളുടെ സ്കൂളിൽ പോയി നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാം. കൂടെ നമ്മൾ ആരുണ്ട്? നമ്മുടെ സൈലവും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? യെസ്, നമ്മുടെ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഏത് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? 9th സ്റ്റാൻഡേർഡിന്റെ CBSE സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലെ? സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇസ് മാറ്റർ അറൗണ്ട് us pure. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ അകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്? നമുക്ക് 6 ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ, ശരിയല്ലേ? ഏതൊക്കെയാണ് ആ 6 ടോപ്പിക്സ്? ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ്. നെക്സ്റ്റ് വൺ മിക്സ്ചേഴ്സ്. നെക്സ്റ്റ് സൊല്യൂഷൻസ്. ആ സൊല്യൂഷൻസിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? 3 types of things. ഏതൊക്കെയാണ്? ട്രൂ സൊല്യൂഷൻസ്, കൊളോയിഡൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കൊളോയിഡ്സ്. പിന്നെ ഏതാണ്? സസ്പെൻഷൻ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. പിന്നെ ഏതാണ്? സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, ചേഞ്ചസ് ആൻഡ് പ്യൂർ സബ്സ്റ്റൻസസ്. ഇത്ര മാത്രമേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എക്സാംസിന് ഒരുപാട് MCQs ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. കാരണം ഇതിന്റെ അകത്തൊക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവ് സെക്ഷൻ ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ട് അല്ലെ? അതിനകത്ത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഏത് ടോപ്പിക്കുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിൽ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, വേറെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നമ്മുടെ MCQs ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആൻസർ ഏതാണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എന്നാലേ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവാൻ കഴിയുള്ളൂ. ആദ്യം ഞാനൊരു കാര്യം പറയാം. എന്റെ ക്ലാസ് ആണ് അല്ലെ? നമ്മുടെ കെമിസ്ട്രി ക്ലാസ് ആണ്. നിങ്ങൾ തെറ്റു പറഞ്ഞാലും ശരി പറഞ്ഞാലും ഇവിടെ ആരും ഒന്നും പറയില്ല. നിങ്ങൾ തെറ്റു പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ മാത്രമാണ് അല്ലെ? ഞാനാണ് നമ്മൾ പറയുന്നത്, ക്ലാസ് എടുക്കുന്നത്. നമ്മൾ തെറ്റു പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കണ്ടന്റ്സ് കൂടെ പോയിട്ട് അത് നമുക്ക് ശരിയാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇസ് ദ ഡിപെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാഷ് പ്രസന്റ് ഇൻ ഗിവൺ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് നോക്കുക, അല്ലെങ്കിൽ പാർട്ട് എന്ന് നോക്കുക. അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ ചോദിച്ചത് എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഡിപെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാഷ് പ്രസന്റ് ഇൻ ഗിവൺ സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? ദ ഓപ്ഷൻസ് ആർ സോൾവെന്റ്, സൊല്യൂഷൻ, പെർക്കിൾസ് ആൻഡ് സൊല്യൂട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. യെസ്, ഒരു കാര്യം കൂടിയും, ഇൻസ്റ്റെഡ് ഓഫ് ഓപ്ഷൻസ് നിങ്ങൾ ABCD എന്നായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യുന്നത് അല്ലെ? ആ ABCD എന്ന് കമന്റ് ചെയ്യുന്നതിന്റെ പകരം
ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ അത്ര സമയമൊന്നും വേണ്ട, ശരിയല്ലേ? നിങ്ങൾക്ക് എത്രത്തോളം മോട്ടോർ സ്കിൽ ഉണ്ട് നോക്കട്ടെ. ആരാണ് സ്പീഡിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ. ഏതാണ് ആൻസേഴ്സ്? യെസ്, ഓപ്ഷൻ എ സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറയുന്നുണ്ട്, അതിന്റെ ഇടയിലും വേറെ ആൻസേഴ്സും വരുന്നുണ്ട്. വിഷമിക്കേ വേണ്ട, ശരി ഏതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെ? വിച്ച് ഇസ് ദ ആൻസർ? വെദർ ഇറ്റ് ഇസ് സോൾവെന്റ് ഓർ സൊല്യൂട്ട്. ഏതാണ്? നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോയാലോ? യെസ്, ഏതാണ് ആൻസർ? ഇറ്റ് ഇസ് ദ സൊല്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് സോൾവെന്റ് ഏതാണ്, സൊല്യൂട്ട് ഏതാണെന്ന് അറിയണം അല്ലെ? സോൾവെന്റ് ഏതാണ്, സൊല്യൂട്ട് ഏതാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മുടെ സൊല്യൂഷന് ഏതിനാണ് കോൺസെൻട്രേഷൻ നമുക്ക് പറയാൻ പറ്റുക എന്ന് അറിയണം. ഫോർ ലെറ്റ്സ് സീ, ഇവിടെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്ത് ചെയ്യാണ്? സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? സോൾട്ടും വേണം, അതുപോലെ തന്നെ നമുക്ക് വാട്ടറും വേണം അല്ലെ? ഉപ്പും വേണം, വെള്ളവും വേണം. വെള്ളത്തിൽ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? ഉപ്പ് വെള്ളം കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എടുത്ത സോൾട്ട് ആണ് എന്ത് വരുന്നത്? സൊല്യൂട്ട്. എന്താണ്? സൊല്യൂട്ട്. വാട്ടർ എന്താണ് വരുന്നത്? നമ്മുടെ സോൾവെന്റ്. സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ എന്ത് വിളിക്കുന്നു? സൊല്യൂഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയുന്നതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ്. ഏത് വസ്തുവാണോ സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി ഡിസോൾവ് ചെയ്യുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നു. സോൾവെന്റ് എന്താണ്? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ്. എന്തിലാണോ സൊല്യൂട്ട് ലയിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. വേറെ രീതിയിലും നമുക്ക് പറയാം. എങ്ങനെയാണ്? ഏതിലാണ് സ്മോൾ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്? സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സോൾട്ടും വാട്ടറും ആണ് എടുത്തത് അല്ലെ? ഏതാണ് നമ്മൾ കുറഞ്ഞ അളവ് എടുത്തിരിക്കുന്നത്? സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തത് ഏതാണ്? നമ്മുടെ സോൾട്ട് ആണ് അല്ലെ? അപ്പോൾ നമുക്ക് എന്താണ്? സോൾട്ട് ആണ് കുറഞ്ഞ അളവ്. ലാർജർ ക്വാണ്ടിറ്റി ഏതാണ്? നമ്മുടെ വാട്ടർ ആണ്, അഥവാ നമ്മുടെ സോൾവെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞു, സൊല്യൂട്ട് എന്താണെന്ന് അറിഞ്ഞു, സോൾവെന്റ് എന്താണെന്ന് അറിഞ്ഞു അല്ലെ? സൊല്യൂഷൻസ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ Xylem ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഇപ്പൊ ആൻസേഴ്സിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതാണ് സൊല്യൂഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്? രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ? ഡൈല്യൂട്ട് സൊല്യൂഷനും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ നമുക്ക് യെസ് വളരെ കുറഞ്ഞ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് എ മിനിറ്റ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ്? കുറഞ്ഞ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നത്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആരാണ് പറയുന്നത്? രണ്ട് കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസ് അല്ലേ? ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് എമൗണ്ട് ഓഫ് സൊല്യൂട്ടേ ഉള്ളൂ. കോൺസെൻട്രേറ്റഡിൽ ഒരുപാട് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആരാണ് പറയുന്നത്? നമ്പർ ഓഫ് സൊല്യൂട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് സൊല്യൂട്ട്. ചില ആൾക്കാർ ഹോമോജീനിയസ് എന്ന് പറയാറുണ്ട്. സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചർ തന്നെയാണ്. പക്ഷെ സൊല്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ്. ഹോമോജീനിയസും ഹെട്രോജീനിയസും എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? മിക്സ്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിക്സ്ചർ. തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ? ഹോമോജീനിയസും ഹെട്രോജീനിയസും മിക്സ്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. Mixture of two or more metals or metal and non-metals are called as. എന്താണ്? Mixture of two or more metals and metals or non-metals are known as. എന്താണ് വിളിക്കുന്നത്? Options are alloy, solution, mixture, metallic mixture. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, കമന്റ് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്താലേ ആരൊക്കെയാണ് കമന്റ് ചെയ്യുന്നതും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? യെസ്, ഫസ്റ്റ് കമന്റ് ചെയ്തത് ആൽബിൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കമന്റ് ചെയ്തത് നമ്മുടെ ആൽബിൻ ആയിരുന്നു. യെസ്, എല്ലാവരും ആൻസർ പോരട്ടെ. ഏതാണ്? അലോയ് ആണോ? അലോയ് തന്നെ ആയിരിക്കോ? ഇവിടെ ചോദിച്ചത് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ മെറ്റൽസ് ഓർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ നോൺ ആസ്. എന്താണ്? അലോയ്. അലോയ്, വെരി ഗുഡ്. വരട്ടെ, ആൻസർ വരട്ടെ, ആൻസർ വരട്ടെ. നമുക്ക് എലോയ് ആദ്യം നോക്കാം, പിന്നെ നമുക്ക് സൊല്യൂഷൻ, മിക്സ്ചർ, മെറ്റാലിക് മിക്സ്ചർ ഉണ്ട് അല്ലെ? മെറ്റാലിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, സൊല്യൂഷൻ എന്താ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ത് തന്നെയാണ്? യെസ്, ഇറ്റ് ഇസ് ദ എലോയ്. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്?
mixture of two or more metals or metals and non-metals are called alloy. അല്ലെ, alloy എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എല്ലാവർക്കും അപ്പൊ alloy എന്താണെന്ന് അറിയാം, ഒരാളും തെറ്റായിട്ട് പറഞ്ഞില്ല. വെരി ഗുഡ്, എക്സലന്റ്. ഇനി ചെയ്യേണ്ടത് alloy എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് alloy എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? യെസ്, ഒന്ന് വേഗം പറഞ്ഞേ. ഹൂറയോ, അങ്ങനത്തെ ഒരു വസ്തു ഉണ്ടോ? നെക്സ്റ്റ്, വേഗം 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 കമന്റ് ചെയ്യാം. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ആർക്കൊക്കെയായിരിക്കും? ബ്രാസും ബ്രോൺസുമാണ് അല്ലെ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രാസ് എന്താണ്, ബ്രോൺസ് എന്താണ്. നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ പറയാറുണ്ട് ബ്രാസിന്റെ വസ്തുവാണ്, ബ്രോൺസിന്റെ വസ്തുവാണ് പറയാറുണ്ട് അല്ലെ. യെസ്, ഞാൻ ബ്രാസും ബ്രോൺസും പറയുമ്പോഴത്തേക്ക് എല്ലാവരും അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാസ് ഇസ് ദ എലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ആരൊക്കെയാണുള്ളത്? കോപ്പറും സിങ്കും അടങ്ങിയിരിക്കുന്ന ആളാണ് ബ്രാസ് എന്ന് പറയുന്നത്. കോപ്പറും സിങ്കും അടങ്ങിയ ആളെ ബ്രാസ് എന്ന് വിളിക്കുന്നു. ബ്രാസിന്റെ പ്രത്യേകത എന്താണ്? മേ ബി ഗോൾഡൻ ഇൻ കളർ, കോപ്പർ ഇൻ കളർ ഓർ സിൽവർ ഇൻ കളർ. ബ്രാസ് ഏത് കളേഴ്സിലും ഉണ്ടാവാറുണ്ട്. എവിടേക്കൊക്കെയാണ് നമുക്ക് ബ്രാസിനെ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാവുന്നത് കാണുന്നത്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. പ്ലംബിംഗ് ടൂൾസ് ആൻഡ് ലോക്സ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്രാസ് യൂസ് ചെയ്യുന്നത്. വീടിന്റെ ലോക്ക് ഒക്കെ മിക്കപ്പോഴും എന്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ ബ്രാസ് കൊണ്ടാണ്. ഇനി ബ്രോൺസ് ആണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്രോൺസിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇറ്റ് ഈസ് കോപ്പർ ആൻഡ് ടിൻ. ആരാണ്? ബ്രോൺസ് ഇസ് ആൻ എലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ബ്രാസ് കോപ്പറും സിങ്കുമായിരുന്നു അല്ലെ. ബ്രോൺസിൽ ഒന്ന് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ആരാണ്? കോപ്പറും ടിന്നുമാണ് കേട്ടോ. ആരാണ്? കോപ്പറും ടിന്നുമാണ്. റെഡിഷ് ബ്രൗൺ കളറിലാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല നോട്ട് ആസ് ഷൈനി ആസ് ബ്രാസ്. നമ്മുടെ ബ്രാസിനെ പോലെ നല്ല ഷൈനിങ് അപ്പിയറൻസ് അല്ല ആർക്കുള്ളത്? നമ്മുടെ ബ്രോൺസിനുള്ളത്. ഓക്കെ, ഇനി എന്താണ്? എവിടേക്കൊക്കെയാണ് നമുക്ക് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ കാണാൻ കഴിയുന്നത്? ഇൻ സ്കൾപ്ചേഴ്സ്, ബെൽസ്, മെറ്റൽസ് ആൻഡ് സ്പ്രിങ്സ്. ഈ ബെൽസും കാര്യങ്ങളും നമ്മൾ മണിയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ ബെൽസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബൈ യൂസിങ് ദ ബ്രോൺസ്. ഓക്കെ, ഇനി ഒരുപാട് അലോയ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് അലോയ്സ് ഉണ്ട്. മെഡൽ, യെസ് വെരി ഗുഡ്. മെഡൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രോൺസ് മെഡൽ. നമ്മുടെ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ എല്ലാ സ്പോർട്സിലും നമുക്ക് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ ആരാണ്? ബ്രോൺസ് ഉണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ കുറച്ചും കൂടി നമുക്ക് എക്സാമ്പിൾസ് കാണാം. ഇവിടെ ബ്രോൺസ് കാണുന്നുണ്ട്, കോപ്പർ ആണ്, ടിൻ ആണ്. 18 കാരറ്റ് ഗോൾഡ്. 18 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നതിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഗോൾഡ് 75% ഉണ്ട്, കോപ്പർ 12.5% ഉണ്ട്, സിൽവറും എത്രയുണ്ട്? 12.5% ഉണ്ട്. 18 കാരറ്റ് ഗോൾഡ്. നമ്മൾ ഡയമണ്ട് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഏതിലാണ്? 18 കാരറ്റ് ഗോൾഡിലാണ് അല്ലെ. നമ്മുടെ സാധാരണ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 22 കാരറ്റ് ഗോൾഡ്. നമ്മുടെ എന്താണ് 24 കാരറ്റ് ഗോൾഡ് ആണ് പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്, തനി തങ്കം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് കോപ്പർ ആൻഡ് സിങ്ക്. കാസ്റ്റ് അയോൺ, ഇറ്റ് ഇസ് അയോൺ ആൻഡ് കാർബൺ. കാസ്റ്റ് അയോൺ പേര് നോക്കുക. കാസ്റ്റ് സി, അയോൺ ഐ അല്ലെ. അതിനകത്ത് ആരൊക്കെയാണുള്ളത്? അയോൺ ആൻഡ് കാർബൺ ആണുള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റെർലിംഗ് സിൽവർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിൽവർ ആൻഡ് കോപ്പർ. ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് alloys. ഓക്കെ, യെസ്, ആരോ ഹായ് പറയാൻ പറയുന്നുണ്ട്. സാലിമ ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ മക്കൾക്കും, ക്യൂട്ടസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മക്കൾക്കും ഹായ് ആൻഡ് കേരള പിറവി ആശംസകൾ. നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. Can we move to the next section? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്താലോ? What is the question given here? If the solute particle size is smaller than dash, then it cannot seen by a naked eyes. Naked eyes എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കണ്ണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്? The solute particle size is smaller than dash, then it cannot be seen by a naked eyes. എത്ര സൈസ് ആണ്? ഏതാണ് സൈസ് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 1 മീറ്റർ. എം എന്ന് പറയുന്നത് മീറ്റർ ആണ്. 1 സെന്റിമീറ്റർ, 1 millimeter and 1 nanometer. What is the answer? ഏത് പാർട്ടിക്കിൾ സൈസ് ആണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്? Smaller than which size? Whether it is 1 nanometer, whether it is 1 meter, whether it is 1 centimeter or whether it is 1 millimeter. ഏതായിരിക്കാം? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഡി, 1 നാനോമീറ്റർ. വെരി ഗുഡ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എല്ലാവരും ഓപ്ഷൻസ് ABCD എന്ന് എഴുതുന്നതിന്റെ പകരം നിങ്ങൾ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതുവരെ ടൈപ്പ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ പറയുന്ന കേൾക്കുന്ന നല്ല മക്കളാന്ന് മനസ്സിലായിട്ടുണ്ട്.
നിങ്ങൾ ആൻസേഴ്സ് ടൈപ്പ് ചെയ്യുക, തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. തെറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് എല്ലാവരും ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാവരും ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇതിലെല്ലാം 1 നാനോമീറ്റർ ആണെന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. 1 നാനോമീറ്റർ ആണോ? നമുക്കൊന്ന് ആൻസർ ചെക്ക് ചെയ്ത് നോക്കിയാലോ. യെസ്, ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. ഇറ്റ് ഈസ് 1 നാനോമീറ്റർ ഇറ്റ്സെൽഫ്. ഓക്കെ, എന്താണ് സൊല്യൂട്ട് പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനെക്കാട്ടും ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു പോയിന്റ് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിരുന്നത്? യെസ്, നമ്മുടെ സൊല്യൂഷൻസിൽ അല്ലെ, സൊല്യൂഷന്റെ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻ. അതിൽ ട്രൂ സൊല്യൂഷനകത്തുള്ള പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ട്രൂ സൊല്യൂഷൻസിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് സ്മോളർ ദാൻ 1 നാനോമീറ്റർ. 1 നാനോമീറ്ററിനെക്കാട്ടും ചെറുതാണ്. ട്രൂ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ പറയാം. ട്രൂ സൊല്യൂഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ സോൾട്ട് സൊല്യൂഷൻ ഞാൻ എടുത്തു. ആ സോൾട്ട് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയതിനു ശേഷം സോൾട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലെ, കാരണം ഇറ്റ് ഈസ് ദാറ്റ് മച്ച് സ്മോൾ, വളരെ ടൈനിയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ സോൾട്ട് പാർട്ടിക്കിൾസിന്റെ സൈസ് എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് ബിലോ, ഇറ്റ് ഈസ് സ്മോളർ ദാൻ 1 നാനോമീറ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഗിവൻ ഹിയർ? സോറി, ബിഫോർ ദ ക്വസ്റ്റ്യൻ ലെറ്റ്സ് സീ ഹിയർ. ട്രൂ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. നമ്മുടെ ആദ്യം ആരോ കമന്റ് ചെയ്തിരുന്നു. ആരായിരുന്നു കമന്റ് ചെയ്തത് ഹോമോജീനിയസ് എന്ന് പറഞ്ഞിട്ട്? ഞാൻ പേര് വിട്ടുപോയി. യെസ്, അമ്ന പറഞ്ഞിരുന്നു ഹോമോജീനിയസ്. സൊല്യൂഷൻ പറഞ്ഞ സമയത്ത് ഹോമോജീനിയസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന ആൻസേഴ്സ് തെറ്റല്ല, ശരി തന്നെയാണ്. കാരണം നിങ്ങൾ ഒരുവിധം ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് MCQസിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ആൻസേഴ്സും എല്ലാ പാർട്സും നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഹോമോജീനിയസ് ആണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ആ ഹോമോജീനിയസ് മിക്സ്ചറിന്റെ സൈസ് അല്ലെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ബിലോ 1 നാനോമീറ്റർ. 0.012 1 നാനോമീറ്റർ ആണ്. That's why we are not able to see with our naked eyes. Okay, cannot be seen. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മാറാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? When no more solute can be dissolved in a solution at given temperature is called dash solution. എന്താണ് ചോദിച്ചത്? When no more solute can be dissolved in a solution at a given temperature, then that solution is known as. എന്താണ്? നമ്മൾ 3 പേരിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പിന്നെ എന്താണ്? യെസ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മുടെ ഓപ്ഷൻസിൽ ആരൊക്കെയാണ് തന്നിരിക്കുന്നത്? ഹോമോജീനിയസ് തന്നിട്ടുണ്ട്, ഹെട്രോജീനിയസ് തന്നിട്ടുണ്ട്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോൾ ഹെട്രോവും അല്ല ഹോമോ എല്ലാം നമുക്കറിയാം. പിന്നെ ആരാവാനാണ് സാധ്യത? സാച്ചുറേറ്റഡോ അൺസാച്ചുറേറ്റഡോ ആണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, കമന്റ് ചെയ്യാം. SS ഗെയിമിംഗ്, യെസ്. നഷ്വ, സജിത, യെസ്. ആൻസർ വരട്ടെ. എന്താണ് ആൻസർ വരുന്നത്? whether it is saturated or unsaturated. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ അത് എന്താണ് തന്നിരിക്കുന്നത്? no more solute can be dissolved. ഇനി നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അതിനകത്ത് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്മോളർ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത ആളാണ് അല്ലെ. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ ദ സോൾവെന്റ് ആണ്. അപ്പോൾ ഈ സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഡിസോൾവ് ചെയ്യാൻ കഴിയാത്തതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആൻസർ എന്താണ്? ഇറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഈസ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് കണ്ടു കഴിഞ്ഞു. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എന്താണ് ചെയ്യുന്നത്? copper sulfate solution ആണ് ഉണ്ടാക്കുന്നത്. Here you can see a beaker. I am just taking some water. Copper sulfate solution നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? By dissolving copper in it. അല്ലെ, I am just taking some copper and I am just trying to dissolve. Okay, അത് കുറേ copper sulfate particles dissolve ചെയ്തു. But here you can see still some of the particles are there which are not dissolved in the solution. അല്ലെ, copper sulfate solution ഒരു പ്രത്യേകതയുണ്ട്. എന്ത് കളറാണ്? യെസ്, ബ്ലൂ കളർ സൊല്യൂഷൻ ആണ് അല്ലെ. ഇവിടെ ബ്ലൂ കളർ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ കുറേ കോപ്പർ സൾഫേറ്റ് എടുത്തു, ഞാൻ ഡിസോൾവ് ചെയ്യിച്ചു. പക്ഷെ അതിൽ കുറച്ചു പേര് എന്ത് ചെയ്തില്ല? ഡിസോൾവ് ചെയ്യാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. സോ ഈ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിന്റെ അകത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല? സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ്
മാക്സിമം നമ്പർ ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അതിലുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ അകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Okay, now let's see the definition for saturated solution. What is the definition given here? A solution which cannot dissolve further amount of solute at a particular temperature is known as the saturated solution. ഈ definition എടുത്തു പറയാൻ കാരണം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ആ ഡെഫിനിഷൻ തന്നെയാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, MCQs നമുക്ക് ഡെഫിനിഷൻ അതുപോലെ തരാം. അതിന്റെ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? We want to study the definitions. Okay, so എന്താണ് തന്നിരിക്കുന്നത്? Saturated solution എന്ന് പറഞ്ഞാൽ it is a solution which cannot dissolve further amount of solute at a particular temperature. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് നേരത്തെ എന്ത് ചെയ്തത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയെന്ന് കരുതുക അല്ലെ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷന്റെ അകത്ത് നമുക്ക് കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്തായി എന്നാണ് അർത്ഥം? ഇറ്റ് ഹാസ് ബിക്കം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള സൊല്യൂഷൻ നമുക്ക് എന്ത് വിളിക്കാം? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. A solution which can dissolve further amount of solute at a particular temperature. ഞാൻ എന്താണ്? കോപ്പർ സൾഫേറ്റ് ഇട്ടു, ഇളക്കി, ഡിസോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ത് വിളിക്കുന്നു? അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കുന്നു. എപ്പോഴാണോ സാച്ചുറേറ്റഡ് ആവുന്നത് അതിന്റെ തൊട്ട് മുന്നേ വരെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും സാധനം ക്ലിയർ അല്ലേ? കണ്ടന്റ് ക്ലിയർ അല്ലേ? Can we move to the next question? പോരട്ടെ, റെസ്പോൺസ് ഇല്ല. Can we move? മൂവ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടാം. Okay, yes, let's move to the next question. What is given here? The amount of the solute present in the saturated solution at this temperature is called its dash. എന്താണ് തന്നിരിക്കുന്നത്? The amount of solute present in the saturated solution at that particular temperature is called as. എന്താണ്? The options are given: unsaturation, diffusion, collusion and solubility. എന്തായിരിക്കാം ഇവിടെ? സെയിം ഡെഫിനിഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, എത്ര സൊല്യൂട്ട് ആണോ സാച്ചുറേറ്റഡ് ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സൊല്യൂട്ടിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ആൻസർ പോരട്ടെ. വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദാറ്റ്? ലെറ്റ്സ് സീ ദ ആൻസർ. ഇറ്റ് ഈസ് solubility. അല്ലെ? ഏതൊരു വസ്തുവിന്റെ solubility എന്ന് പറയുന്നത് എന്താണ്? It is the amount of solute present in the saturated solution at the given temperature. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Solubility എന്ന് വിളിക്കുന്നത്. Yes, very good. നഷ്ഫ ഫാത്തിമ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് solubility എന്ന് വിളിക്കുന്നത്? Solubility ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ? ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യാണ്. നമുക്കത് സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര സൊല്യൂട്ട് ആണോ ഞാൻ യൂസ് ചെയ്യുന്നത് ആ സൊല്യൂട്ടിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? solubility എന്ന് വിളിക്കുന്നത്. Okay, and also the definition for solubility is the amount of solute present in the saturated solution at a particular temperature is called its solubility. Okay, solubility എന്ന് പറയുന്നത് എന്താണ്? Amount of solute present in the saturated solution at a given temperature is known as its solubility. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Yes, solubility എന്താന്ന് കണ്ടു അല്ലെ? എങ്ങനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്താണ് സോൾവെന്റ് അത് ഡിസോൾവ് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി മാറുന്നതെന്നും കണ്ടു. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? യൂണിവേഴ്സൽ സോൾവെന്റ് ഏതാണ്? Can anyone guess? നമ്മുടെ ആ ഒരു സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് we are having a universal solvent. Who is the universal solvent? Yes, ഇവിടെ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട് അല്ലെ? ആരാണ് നമ്മുടെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ വാട്ടർ ആണ്. വാട്ടറിനെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാൻ കാരണം? Can anyone put the guess? നമ്മുടെ സൈലം ലേണിംഗ് ക്ലാസ്സസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് ആൻസർ ചെയ്തേ. വാട്ട് മേ ബി ദ റീസൺ ഓർ വാട്ട് ഇസ് ദ റീസൺ? യെസ്, പോരട്ടെ. എന്താണ് കാരണം? ആരും റിപ്ലൈ ചെയ്യുന്നില്ലേ? Yes, H2O, water. It is the formula for water. It is H2O itself. H2O ആണ്. എന്തുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് കരുതാൻ കാരണം? എന്തുകൊണ്ടാണ്? ഇച്ചിരി കൂടി ഫാസ്റ്റ് ആവും. നിങ്ങളുടെ മോട്ടോർ സ്കില്ല് കുറച്ച് പുറകോട്ട് പോയോ എന്നൊരു സംശയം. നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ കളിക്കാറില്ലേ? അതേപോലെ നല്ല സ്പീഡിൽ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേ. Yes, water is a universal solvent because വെള്ളം എന്താണ്? യെസ്, മാക്സിമം സബ്സ്റ്റൻസ്, മാക്സിമം സൊല്യൂട്ട്സിനെ വെള്ളത്തിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ? മാക്സിമം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൊല്യൂട്ട്സ് എന്ത് ചെയ്യാറുണ്ട്?
വെള്ളമായ സോൾവെന്റിന്റെ അകത്ത് ഡിസോൾവ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. ശ്രീനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഐ ഡോണ്ട് നോ. നല്ല മോനാണ്, അറിയാത്ത കാര്യം നമ്മൾ തുറന്നു തന്നെ പറയാ അറിയില്ല. ടീച്ചർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാൻ കാരണം വാട്ടറിന്റെ അകത്ത് ഒരുവിധം എല്ലാ സൊല്യൂട്ട്സിനെയും നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വാട്ടർ എന്ത് ചെയ്തത്? യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇപ്പോൾ ആൻസർ ക്ലിയർ ആയോ? റെഡി ആയോ? Yes, no other solvent can dissolve as many substance as it can. ശരിയാണ്, എക്സലന്റ് ആൻസർ, വെരി ഗുഡ്. ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക. നിങ്ങൾ പബ്ജിയും ഗെയിംസും കാർ റേസിംഗ് ഒക്കെ കളിക്കുന്ന ആൾക്കാരല്ലേ? എല്ലാവരും മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരല്ലേ? അതേപോലെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇട്ടാലേ ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, can we move to the next one? Next question. The amount of solute contained in the solution is less than the saturated level in it is called. എന്താണ് ചോദിച്ചത്? The amount of solute contained in a solution is less than the saturation level. Then that solution is called. നമ്മൾ തൊട്ടുമുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? Whether it is a saturated solution, whether it is an unsaturated solution, whether it is a homogeneous solution, or whether it is a heterogeneous solution. What is the answer? ഏതാണ് ആൻസർ? മാം പ്ലീസ് റിപ്പീറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ വാട്ടറിന്റെ കാര്യത്തിലായിരിക്കും അല്ലെ? ഫാത്തിമ നഹ്ല വാട്ടർ പറഞ്ഞു. വാട്ടർ മാക്സിമം സൊല്യൂട്ട്സിനെ, പല തരത്തിലുള്ള സൊല്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വാട്ടറിനുണ്ട്. ആ വാട്ടറിന്റെ കഴിവിന് അത്ര പോലും എന്തില്ല, വേറെ സോൾവെന്റ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, യെസ്, can you answer for the next question? യെസ്, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഏതാണ് കറക്റ്റ് ആൻസർ? Whether it is option A, option B, option C or option D. ഏതാണ്? Yes, the answer is coming unsaturated solutions. Correct answer ആണെന്ന് നോക്കിയാലോ? Let's check. Yes, it is the correct answer. The correct answer it is unsaturated solution. എന്താണ്? Unsaturated. കാരണം saturation level ഒരു സൊല്യൂഷന് സാച്ചുറേറ്റഡ് ആവുന്നതിന്റെ മുന്നേ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? unsaturated solution എന്ന് വിളിക്കുന്നത് അല്ലെ? the amount of solute contained in the solution is less than സാച്ചുറേഷനെക്കാട്ടും കുറവാണ്. അപ്പോൾ അത് എന്ത് സൊല്യൂഷൻ ആണ്? നമ്മുടെ unsaturated solutions ആണ്. താങ്ക് യു ഒന്നും പറയേണ്ട ആവശ്യമില്ല ഫാത്തിമ, കാരണം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, നമ്മളെ MCQs മാക്സിമം നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ എക്സാംസിന് നമുക്ക് എക്സലന്റ് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ എക്സലന്റ് മാർക്കിനാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? മെനക്കെട്ട് പരിശ്രമിക്കുന്നത്. എന്റെ കൂടെ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയുന്നു? മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങാൻ കഴിയും. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് യു. നിങ്ങൾ എങ്ങനെ കരുതുന്നു, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ റിസൾട്ടും കിട്ടും. Now let's move to the next question. Before that, here you can see, ഇവിടെ കാണാം നമ്മൾ സൊല്യൂഷനിൽ എന്താണ്? സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? whether it is a saturated one or whether it is a unsaturated one. ഇവിടെ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ എ ബീക്കർ അല്ലെ? ആ ബീക്കറിന്റെ അകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷന്റെ അകത്ത് എന്തുണ്ട്? സൊല്യൂട്ട് പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ എനിക്ക് ഡിസോൾവ് ചെയ്തേ പറ്റൂ. ഞാൻ ഈ ബീക്കറിന്റെ അകത്ത് എന്ത് ചെയ്തു? സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തു. ആ സൊല്യൂട്ട് ബാക്കി വന്നുപോയി. എനിക്ക് ആ ബാക്കി വന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. എനിക്കത് എങ്ങനെയെങ്കിലും ഡിസോൾവ് ചെയ്യണം. എന്ത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ ടീച്ചറല്ലേ, നിങ്ങളുടെ ടീച്ചറിനെ ഒന്ന് സഹായിക്കുക. എങ്ങനെ എനിക്ക് ഇതിലുള്ള സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും? അൺസാച്ചുറേറ്റഡ് ആയിരുന്നു, അത് സാച്ചുറേറ്റഡ് ആയി. സാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ് അതിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫോർദർ ഡിസോൾവ് ചെയ്യാഞ്ഞത്. ശരിയല്ലേ? ഈ സൊല്യൂട്ടിനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും കൂടിയും പറഞ്ഞേ. യെസ്, എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഡിസോൾവ് ചെയ്യിക്കേണ്ടത്? ഫാത്തിമ നഹല, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? യെസ്, ഓഫ് ഷുവർ. സാച്ചുറേറ്റഡ് ഞാൻ പറഞ്ഞു, ഒരു ബീക്കർ എടുത്തു. ബീക്കറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ ഉപ്പ് ആഡ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഞാൻ ലയിപ്പിച്ചപ്പോൾ ഡിസോൾവ് ചെയ്തപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിസോൾവ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അൺസാച്ചുറേറ്റഡ്. അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഞാൻ 2, 3, 4 സ്പൂൺ ഇട്ടു. 4ാമത്തെ സ്പൂൺ ഇട്ട സമയത്ത് ആ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇട്ട ഉപ്പിന്റെ പാർട്ടിക്കിൾസ് എന്താണ്? മാക്സിമം ആ വാട്ടറിന്റെ അകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു.
ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ അകത്ത് ഇനിയും ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് മീൻസ് മാക്സിമം നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഹാവ് ഓൾറെഡി ഡിസോൾവ് ഇൻ ദി സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് ആയി. ഇനി എന്ത് നോക്കിയാലും നമുക്ക് അതിൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് ഞാൻ ഇവിടെ എടുത്തത്. യെസ്, വെരി ഗുഡ്. നോ മോർ സോൾവെന്റ് ഇസ് ദെയർ ടു ഡിസോൾവ് ദ സൊല്യൂട്ട്. ഇതിനുള്ള സൊല്യൂട്ടിന് എനിക്ക് എന്നാലും എങ്ങനെയെങ്കിലും ഡിസോൾവ് ചെയ്യിപ്പിച്ചേ പറ്റൂ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്, ഞാൻ ഇട്ടുപോയി, അതിനകത്ത് ഞാൻ സോൾട്ട് ഇട്ടുപോയി, അതിനകത്ത് സൊല്യൂട്ട് അത് അവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കണം. നമ്മൾ എന്താണ്, ആഡ് മോർ സോൾവെന്റ്. ഫൈൻ, നമുക്ക് സോൾവെന്റ് കൂടുതൽ ഒഴിക്കാം, ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ എൻ്റെ അടുത്ത് സോൾവെന്റ് ഇല്ല, എൻ്റെ കയ്യിൽ സോൾവെന്റ് ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹൗ ക്യാൻ ഐ ജസ്റ്റ് ഡിസോൾവ് ദി സൊല്യൂട്ട് ഇൻ ഇറ്റ്? എനിക്ക് എങ്ങനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും? യെസ്, ഓക്കെ, താങ്ക് യു. ആഡ് മോർ സോൾവെന്റ് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ. എന്നാലല്ലേ നമ്മൾ രണ്ടുപേരും ഒരേ ട്രാക്കിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾ ഒന്ന് പറഞ്ഞേ. യെസ്, എന്താണ്? ഹീറ്റ് ദ സൊല്യൂഷൻ. യെസ്, ഹീറ്റ് ചെയ്താൽ എനിക്ക് ഇത് ഡിസോൾവ് ചെയ്യാൻ പറ്റോ? വേഗം പറയാം. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ സെക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇറ്റ് ഇസ് അനദർ പ്രോസസ്. അത് ഈ സെക്ഷനിലല്ല വരുന്നത്. ഇവിടെ സെഡിമെന്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ആരാണ് സെഡിമെന്റ് ചെയ്ത് കിടക്കുന്നത്? നമ്മുടെ ഉപ്പാണ്. സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സോൾട്ട് ആണ്. ഇവിടെ ഞാൻ ചോദിച്ചത് ആ സെഡിമെന്റ് ചെയ്ത് കിടക്കുന്ന സോൾട്ടിനെ എനിക്ക് ഇനി എങ്ങനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും എന്നാണ്. യെസ്, ഹീറ്റ് ദ സൊല്യൂഷൻ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വെദർ ഇറ്റ് ഇസ് എ റൈറ്റ് ആൻസർ ഓർ നോട്ട്, ലെറ്റ്സ് ചെക്ക്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ആ സൊല്യൂഷൻ എടുത്ത് ഞാൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? What you can observe, yes, that solute particle is being dissolved. അല്ലേ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. വാട്ട് വി കോൾ ദം? വി കോൾ ദം ആസ് ദ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കാരണം ഓൾറെഡി അത് സാച്ചുറേറ്റഡ് ആണ്. അതിനെ ഞാൻ പിന്നെയും ഡിസോൾവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് എന്തായിട്ട് മാറി? സൂപ്പർ. അല്ലെ, നമ്മുടെ സാധാരണ മാനിനെക്കാട്ടും ഭയങ്കര സൂപ്പർ പവർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? സൂപ്പർമാൻ എന്ന് വിളിക്കുന്നു. അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷന് നമ്മൾ കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തപ്പോൾ അത് എന്തായിട്ട് മാറി? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ആയിട്ട് മാറി. സോ സ്റ്റിർ ദ സൊല്യൂഷൻ. ഞാൻ കുറെ ഇളക്കി നോക്കിയതാ, എന്നിട്ട് എനിക്ക് എന്തായാലും പറ്റിയില്ല, എനിക്ക് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആര് പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്? നഷ്വ ഫാത്തിമ പറഞ്ഞ ആൻസർ ആണ് പക്ക പെർഫെക്റ്റ്. ബിക്കോസ് എത്ര ഞാൻ ഇളക്കിയിട്ടും അത് ഡിസോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആ ബാക്കി ഉണ്ടായിരുന്ന സൊല്യൂഷനെ എനിക്ക് അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ദ വൺ മെത്തേഡ് ഇസ് ടു to heat the solution. Okay, now let's see the definition for supersaturated solution. എന്താണ്? A solution which contains more amount of solute than amount required to saturate it at a particular temperature. ഒരു particular temperatureൽ saturated solution ഉണ്ടാക്കാൻ നമുക്ക് ഒരു amount of solute വേണം. അതിലും കൂടുതൽ സൊല്യൂട്ട് ഞാൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കുന്നു? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. Now let's go to the next question. What is the question given here? Mass of solute divided by mass of solution multiply by 100, then we get. നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ അകത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെ. മാസ് ഓഫ് സൊല്യൂട്ട് മാസ് ഓഫ് സൊല്യൂഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് അതിനെ 100 മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത്? Whether it is a solution, whether it is a mass, whether it is the mass percentage of solution, or whether it is volume percentage. ഏതാണ് കറക്റ്റ് ആൻസർ? മെൻഷൻ ചെയ്തേ. ആ ഓപ്ഷൻസ് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? സൊല്യൂഷനും മാസും അല്ല. കാരണം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂഷനും അല്ല മാസും അല്ല, പകരം ഓപ്ഷൻ സി ഓർ ഡി ആണ് അല്ലെ. അതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? വെദർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ഓർ വെദർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ വോളിയം പെർസെന്റേജ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, എക്സലന്റ് ശ്രീനന്ദൻ, അതുപോലെ തന്നെ സജിത, ഫാത്തിമ, വെരി ഗുഡ്. ഇറ്റ് ഈസ് the mass percentage of the solution. ആരാണ്? മാസ് പെർസെന്റേജ്. എന്തുകൊണ്ട് അത് വോളിയം ആയില്ല? ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് ആരാണ്?
mass of the solute is divided by mass of the solution. അവിടെ നമ്മൾ എടുക്കുന്നത് mass ആണ്. mass ആയതുകൊണ്ടാണ് എന്ത് വന്നത്? mass percentage of solution ആയത്. ഞാൻ വോളിയം ആയിരുന്നു എടുക്കുന്നത്, ഞാൻ സൊല്യൂഷന്റെ വോളിയം ആയിരുന്നു എടുക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറിയേനെ? യെസ്, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണ് മെത്തേഡ്? ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് ബൈ മാസ് പെർസെന്റേജ് ഓഫ് എ സൊല്യൂഷൻ. മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂഷൻ ഇൻടു 100. ആ ഇൻടു 100 ചെയ്തുകൊണ്ടാണ് നമ്മൾ പെർസെന്റേജ് ആക്കുന്നത്, അല്ലേ? സോ ഇതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി മാസ് ബൈ വോളിയം പെർസെന്റേജ് ഓഫ് എ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? യെസ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇൻടു 100 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് വോളിയം കിട്ടി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a question that is related to the same question. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം ആണ്, പക്ഷെ എന്താണ് നമ്മൾ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്? Determine the mass by mass percentage concentration of a 100-gram salt solution which contains 20 gram salt. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറയുന്നത് മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 2 seconds ടൈം തരാം. ഇതിന്റെ ആൻസർ ഒന്ന് വേഗം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചേ. തൊട്ടു മുന്നേ നമ്മൾ ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഫോർമുലയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻടു 100. നമുക്ക് എന്ത് കിട്ടി? മാസ് പെർസെന്റേജ് കിട്ടി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിറ്റർമിൻ ദ മാസ് ബൈ മാസ് പെർസെന്റേജ് കോൺസെൻട്രേഷൻ ഓഫ് എ 100-gram salt solution which contains 20 gram salt. ഓക്കെ, വേഗം ഒന്ന് ആൻസർ ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ. എന്താണ് ആൻസർ വരുന്നത്? ഏതാണ്? യെസ്, വേഗം പറയാം. എങ്ങനെയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നത്? First, here it is given. Here it is given what? 20 എന്ന് പറയുന്നത് എന്താണ്? It is the 20 gram എന്ന് പറയുന്നത് it is the mass of salt, അല്ലേ? എന്താണ്? mass of salt ആണ്. Next one, 100 gram എന്ന് പറയുന്നത് എന്താണ്? It is the mass of solution. എന്താണ്? mass of solution. Okay, 50 എന്നാണ് വരുന്നത്. ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കിയേ, എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. എന്താണ് ആൻസർ വരുന്നത്? mass of the solute it is given 20 gram and mass of the solution it is given yes 100 gram. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? mass percentage എന്ന് പറയുന്നത് mass of the solute divided by mass of the solution, അല്ലേ? സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻടു 100 നമ്മൾ പെർസെന്റേജ് ആണ് കാണുന്നത്, അല്ലെ? മാസ് പെർസെന്റേജ് ആവുമ്പോൾ ഇൻടു 100 എന്തായാലും ചെയ്തിരിക്കണം, മറന്നു പോവരുത്. നമ്മൾ എന്ത് ചെയ്യാണ്? 20 ഡിവൈഡഡ് ബൈ 100 ഇൻടു 100. എങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്? മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. ബിക്കോസ് സൊല്യൂട്ട് ഹിയർ ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ദ സോൾട്ട്. അപ്പോൾ 20 ആണ് ആൻസർ. മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇറ്റ് ഇസ് ഗിവൺ 100. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 20 ഡിവൈഡഡ് ബൈ 100 ഇൻടു 100. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ് വരുന്നത്? വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഈസ് 20%. വെരി ഗുഡ് ഫാത്തിമ നസ്രീൻ, ഇറ്റ് വെരി ഗുഡ്. കറക്റ്റ് ആൻസർ എത്രയാണ്? 20 ആണ്. എന്താണ്? ഇറ്റ് ഇസ് 20%. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ആൻസർ തെറ്റിപ്പോയാലും നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ചെറിയ എവിടെയെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കും, ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഫസ്റ്റ് മെയിൻ പാർട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് 100 gram salt, 100 gram salt solution, 20 gram salt തന്നിട്ടുണ്ട്, അല്ലെ? സോൾട്ട് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. 100 gram salt solution എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അത് ഡിവൈഡ് ചെയ്തിട്ട് ഇൻടു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? മാസ് പെർസെന്റേജ് കിട്ടി. സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് 20%. ഓക്കെ, നൗ ലെറ്റ്സ് സീ വൺ മോർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനും കൂടി തരാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 34.2 gram ഓഫ് ഷുഗർ. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 34.2 gram ഓഫ് ഷുഗർ തന്നിട്ടുണ്ട്. ഇൻ 100 gram ഓഫ് വാട്ടർ. എന്തിന്റെ അകത്താണ്? ഇൻ 100.
സോറി ഞാൻ പച്ചനെ കൊണ്ട് സോറി ഈ കളറിനോട് മാർക്ക് ചെയ്യാം 100 gram of water. Find the concentration in terms of mass by mass percentage of the solution. Same question ആണ്. Mass percentage ആണ് ചോദിച്ചത്. എങ്ങനെയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്നത്? Mass percentage അല്ലേ? Mass percentage എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Mass of solute divided by mass of solution. Am I right? Yes, നിങ്ങളുടെ എക്സാംസിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചാൽ മതി? സോറി, ഇവിടെ into 100 ഉണ്ട്. Into 100 because we are finding the mass percentage. Okay, അപ്പോൾ എന്താണ് mass of solute എന്ന് പറഞ്ഞാൽ എന്താണ്? Mass into 100. Okay, mass of solute എന്ന് പറഞ്ഞാൽ എന്താണ്? It is 34.2 gram of sugar. It is 34.2 gram of sugar. What about the mass of solution? Whether it is 100 gram. 100 gram ആണോ mass of solution എന്ന് പറയുന്നത്? Question ശ്രദ്ധിച്ചു വായിക്കുക. 100 gram of water. അവിടെ പ്രത്യേകം തന്നിട്ടുണ്ട്. It is 100 gram of water. Mass percentage of solution ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? Solution means it is solute and solvent അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Mass percentage of solution എന്ന് പറയുന്നത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും എഡിഷൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 34.2 divided by 34.2 plus 100. ഇവിടെ 34.2 plus 100 എന്ന് എടുക്കാൻ കാരണം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് 100 gram of വാട്ടറും 34.2 gram of ഷുഗറുമാണ്. ഇത് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? സൊല്യൂഷൻ കിട്ടുന്നുള്ളൂ. ഇത് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ട് എഴുതണ്ടേ? യെസ്, സോ നമ്മുടെ ഫോർമുല കഴിഞ്ഞോ? ഇല്ല, into 100 ഉണ്ട് അല്ലെ? സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് 25.48%. വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ? ഇറ്റ് ഈസ് 25.48%. ഓക്കെ, സോ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക, എന്താണ് ചോദിച്ചെന്നുള്ളത് മാർക്ക് ചെയ്യുക. മാത്രമല്ല എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമുല വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൻ ഹിയർ? Dash particles are scattered a beam of light passing through it and make its path visible. Dash particles are scattered a beam of light passing through it and make its path visible. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സൊല്യൂഷൻസ് എന്തൊരു വസ്തുവാണെങ്കിലും അതിൽ നമ്മൾ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു വസ്തു തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യെസ്, നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നത്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ ഓപ്ഷൻസ് ആർ സൊല്യൂട്ട്, സോൾവെന്റ്, കൊളോയിഡൽ, നൺ ഓഫ് ദ എബവ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കൊളോയിഡൽസ് അടിക്കുന്നവരുണ്ട്. യെസ്, നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാം. എന്തായിരിക്കും ഈ ഒരു 4 ഓപ്ഷൻസിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? നമുക്കറിയാം സോൾവെന്റിന്റെ അകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരും, ഈ സൊല്യൂട്ട്സ് ഉള്ളത് കൊണ്ടല്ലേ അവിടെ ലൈറ്റ് തട്ടിത്തെറിക്കാൻ കാരണം എന്നൊരു ചെറിയൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ട്രൂ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? യെസ്, സോൾവെന്റും സൊല്യൂട്ടും യൂസ് ചെയ്തിട്ടാണ്. ട്രൂ സൊല്യൂഷനിൽ നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലെ? അതിൻ്റെ അകത്ത് സൊല്യൂട്ട് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് കാണാൻ കഴിയുന്നില്ല? പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നില്ല. അപ്പൊ സൊല്യൂട്ട് അല്ല ആൻസർ, സോൾവെന്റ് അല്ല ആൻസർ. പിന്നെ നൺ ഓഫ് ദ എബവ് ആണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് ആരെയാണ്? കൊളോയിഡൽ. വെദർ ദ ആൻസർ ഇസ് കൊളോയിഡൽ ഓർ നോട്ട്. യെസ്, മെജോറിറ്റി ഓഫ് ആൾക്കാരും അയച്ചത് കൊളോയിഡൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ആൻസർ തന്നെയാണ് കറക്റ്റ്. എന്താണ്? ദ കൊളോയിഡൽ ഇസ് ദ കറക്റ്റ് ആൻസർ. കൊളോയിഡലിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിഫറെന്റ് ആണ് ട്രൂ സൊല്യൂഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ലൈറ്റ് റേനെ യെസ് തട്ടിത്തെറിപ്പിക്കാനും അതുപോലെ തന്നെ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാനും കഴിയുന്നത്. Okay, so here you can see I have just taken the true solution, colloidal solution and the suspension. ഇവിടെ ഞാൻ ആരൊക്കെയാണ് എടുത്തത്? ട്രൂ സൊല്യൂഷൻ എടുത്തു, കൊളോയിഡ് എടുത്തു, സസ്പെൻഷൻ എടുത്തു. ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ട്രൂ സൊല്യൂഷനിൽ പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ടോ? ആ പാത്ത്, ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നോ, ഇല്ല അല്ലെ? കാരണം എന്താണ്? ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്. ഇറ്റ് ഇസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് ദ കൊളോയിഡ്സ്? കൊളോയിഡ്സിൽ നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. സസ്പെൻഷനിൽ നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയും. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്?
സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു അല്ലെ? അപ്പൊ നമ്മൾ സസ്പെൻഷനിൽ പഠിച്ചത് എങ്ങനെയാണ്? മേ ഓർ മേ നോട്ട്. മേ ഓർ മേ നോട്ട് എന്ന് പറയാൻ കാരണം പാർട്ടിക്കിൾസ് എല്ലാ ഭാഗത്തുള്ള സമയത്ത് മേ പാസ് ദ ലൈറ്റ് അല്ലെ? നമുക്ക് എന്താണ്? പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പാർട്ടിക്കിൾസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? യെസ്, ഈ പാത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മേ ഓർ മേ നോട്ട്. നമ്മുടെ 4 ഓപ്ഷൻസിന് കൊളോയിഡൽ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് കൊളോയിഡൽ. ഓക്കെ, നൗ നമുക്ക് എന്താണ് വേറൊരു എക്സാമ്പിൾ കാണാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പുവെള്ളവും ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ പാലും കലക്കി എടുത്തിട്ടുണ്ട്. ഏതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണുന്നത്? യെസ്, സെക്കൻഡ് ബീക്കറിലാണ് അല്ലെ? ബിക്കോസ് ഈ സെക്കൻഡ് ബീക്കറിലാണ് ഞാൻ എന്തെടുത്തിട്ടുള്ളത്? മിൽക്ക് പ്ലസ് വാട്ടർ എടുത്തിട്ടുള്ളത്. മിൽക്ക് പ്ലസ് വാട്ടർ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ് അല്ലെ? കൊളോയിഡിന്റെ എക്സാമ്പിൾ പഠിച്ചതാണ് നമ്മൾ മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്യോർ സബ്സ്റ്റൻസ്. സോ പ്യോർ സബ്സ്റ്റൻസ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നില്ല? പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നില്ല. എന്നാൽ കൊളോയിഡൽ ആയിട്ടുള്ള മിൽക്കിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നു? ദ പാത്ത് ഓഫ് ലൈറ്റ് ഇസ് വിസിബിൾ. ഓക്കെ, സോ കൊളോയിഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊളോയിഡ്സിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് മിക്സ്ചർ ആണ്? ഇറ്റ് ഈസ് heterogeneous mixture and the particle size is between 1 to 1000 nanometer. എങ്ങനെയാണ്? 1 നാനോമീറ്ററും 1000 നാനോമീറ്ററിനും ഇടയിലാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്? പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയില്ല, പക്ഷെ അവിടെ എന്ത് കാണാൻ കഴിയുന്നു? യെസ്, ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. നമ്മൾ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? യെസ്, ദ പാർട്ടിക്കിൾസ് വിൽ സെറ്റിൽ ഡൗൺ. ഓ സോറി, പാർട്ടിക്കിൾസ് വിൽ നോട്ട് സെറ്റിൽ ഡൗൺ. സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. കൊളോയിഡ്സിൽ എന്ത് ചെയ്യില്ല? താഴെ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. സ്റ്റെബിലിറ്റി, അതുകൊണ്ട് നമ്മൾ അവയെ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നു. ആൻഡ് സെപ്പറേഷൻ ബൈ ഫിൽട്രേഷൻ. പാലിനെ നമുക്ക് ഫിൽട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പാലിലുള്ള കമ്പോണൻസിനെ? ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കൊളോയിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിൽട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് പാത്ത് ഓഫ് ലൈറ്റ്. പാത്ത് ഓഫ് ലൈറ്റിന്റെ കേസിൽ എന്താണ്? വിൽ സ്കാറ്റർ ലൈറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഈ ഒരു ടേബിളിൽ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ്സ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹിയർ യു ക്യാൻ സീ സെയിം തിങ് കാണാം. ഓക്കെ, മിൽക്കിന്റെ അകത്ത് നമുക്ക് എന്താണ്? പാത്ത് ഓഫ് ലൈറ്റ് കാണാം. ഇവിടെയുള്ള സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നില്ല? പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ കഴിയുന്നില്ല. Next question, what is the next question? Sorry, before moving to the next question, നമ്മൾ ഈ പാത്ത് ഓഫ് ലൈറ്റ് കാണുന്നുണ്ട് അല്ലെ? ആ ഒരു ഇതിനെയാണ്, ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിൻഡാൽ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ടിൻഡാൽ ഇഫക്റ്റ്. ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോമിനൻ ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് whereby the path of light become visible. Solution, colloids, suspension. ഇതിൽ ഏതിലാണ് നമുക്ക് ടിൻഡാൽ ഇഫക്റ്റ് കാണാൻ കഴിയുന്നത്? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ഏതിന്റെ അകത്താണ് ടിൻഡാൽ ഇഫക്റ്റ് കാണാൻ കഴിയുന്നത്? ഇൻ ബോത്ത് ദ കേസസ്. കൊളോയിഡ്സിനും കാണാൻ കഴിയുന്നുണ്ട്, സസ്പെൻഷനും കാണാൻ കഴിയുന്നുണ്ട്. സസ്പെൻഷന്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോമ മീൻസ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു സെക്ഷനിൽ, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രോമ മീൻസ്. എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമയല്ല, നമ്മുടെ മെഡിക്കൽ ടേമായ കോമയല്ല, എന്താണ്? ക്രോമ. ക്രോമ മീൻസ് എന്താണ്? യെസ്, പുട്ട് യുവർ ആൻസേഴ്സ്. നിങ്ങൾ ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഓപ്ഷൻസ് ആർ ഡൈസ്, കളേഴ്സ്, പെയിന്റ്സ് ആൻഡ് നാച്ചുറൽ കളർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ക്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? Which is the correct answer? Just comment in your comment box. എന്താണ് ക്രോമ എന്ന് പറയുന്നത്? യെസ്, ക്രോമ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കളർ. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു കളർ. ഓക്കെ, ക്രോമ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രീക്ക് വേർഡ്. വിച്ച് വേർഡ് ഇറ്റ് ഇസ്? ക്രോമ മീൻസ് ഇറ്റ് ഇസ് എ ഗ്രീക്ക് വേർഡ്. ക്രോമ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ടൈപ്പ് ഓഫ് സെപ്പറേഷൻ? ഏത് സെപ്പറേഷനുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? നമ്മുടെ കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതോ ഒരു സെപ്പറേഷൻ ആണ്. ഏതായിരിക്കാം? It is chromatography. Chromatography. Okay, chroma എന്ന് പറയുന്നത്
ഗ്രീക്ക് വേർഡ് ആണ്, മീനിങ് കളർ എന്നാണ്, അല്ലെങ്കിൽ കളറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഏത് സെപ്പറേഷനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ക്രൊമാറ്റോഗ്രഫിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ദോസ് സൊല്യൂട്ട്സ് ദാറ്റ് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്. ഓക്കെ, ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്വ, ഫാത്തിമ, വെരി ഗുഡ്. ക്രൊമാറ്റോഗ്രഫി ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? It is separation of those solutes that dissolve in same solvent. Same solvent ലുള്ള solutes നെ separate sections ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. അല്ലേ? ക്രൊമാറ്റോഗ്രഫിന്റെ അപ്ലിക്കേഷൻസ് എവിടേക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്രൊമാറ്റോഗ്രഫി എവിടേക്കൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കളേഴ്സ് ഇൻ ഡൈ. അല്ലെ, ഡൈസിലുള്ള കളേഴ്സ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി അതായിരുന്നു. നമ്മൾ ഡൈയിലുള്ള കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ലെ, കളേഴ്സ് ഇൻ ഡൈസ് and pigments from natural colors. Natural colors ൽ different types of pigments ഉണ്ട്. അല്ലെ, ആ പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്നു. അതുപോലെ തന്നെ the drugs from blood. ബ്ലഡിന്റെ അകത്ത് ഡ്രഗ്സ് അടങ്ങിയിട്ടുണ്ടോ, അത് ഡ്രഗ്സ് ഏതാണ് എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? We can just use the chromatography and these are the applications for chromatography. എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ യൂസസും നമ്മൾ സെപ്പറേഷൻ്റെ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസിൽ ഒന്ന് ചിലപ്പോൾ അതിന്റെ യൂസ് ആയിരിക്കില്ല. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ we need to know the applications and uses of each type of separation. Okay, so നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Can we move to the next question? Just put a thumbs up. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഏതാണ് ക്വസ്റ്റ്യൻ? Two miscible liquids having boiling point less than 25 Kelvin can separated by. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? Two miscible liquids. Miscible liquids എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, which dissolves. അല്ലെ, രണ്ട് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ആണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? യെസ്, കൂടി കളരുന്നു. അല്ലെ, two miscible liquids having boiling point difference less than 25. അവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്തത് ആരെയാണ്? നമ്മുടെ മിസിബിൾ ലിക്വിഡ്സ് ആണ്. മാത്രമല്ല ബോയിലിംഗ് പോയിന്റ് ഇറ്റ് ഇസ് ലെസ് ദാൻ 25 Kelvin can be separated by 4 മെത്തേഡ്സ് പറഞ്ഞു. ഇറ്റ് ഇസ് ഡിസ്റ്റിലേഷൻ, sublimation, suspension and the fractional distillation. With method we are using, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഏത് മെത്തേഡാണ്? യെസ്, പറഞ്ഞോളൂ, ഏത് മെത്തേഡാണ്? ഫാത്തിമ നസറീൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അബ്ദുൽ, ഫാത്തിമ, ദിയ, മാറിപ്പോയതാണോ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ ഉദ്ദേശിച്ചത്? ഞാൻ എഫ് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. വെദർ ഇറ്റ് ഇസ് യുവർ നെയിം ഓർ വെദർ യു ഹാവ് ജസ്റ്റ് thought it is fractional distillation. ഏതാണ്? യെസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡിസ്റ്റിലേഷൻ ആണോ? ഏതായിരിക്കാം? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഓപ്ഷൻ ബിയും സിയും അല്ല. അല്ലെ, സബ്ലിമേഷനും അല്ല, സസ്പെൻഷനും അല്ല. ബാക്കി രണ്ടെണ്ണുണ്ട്. ഇറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഏതാണ് സാധ്യത? യെസ്, മെജോറിറ്റി അല്ല, മിക്ക എല്ലാവരും ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിട്ടാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? Because here it is specified that the boiling point it is less than 25 Kelvin. അല്ലെ, ലെസ് ദാൻ 25 Kelvin എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചെഴുതാം അത് എന്തിന്റെ ആൻസർ ആണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ ആൻസർ ആണ്. അല്ലെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുന്നു. വി ഹാവ് ടു ടേക്ക് വാട്ട് ഈസ് ദ മിക്സ്ചർ ഇൻ ദിസ്. പിന്നെ എന്താണ്? യെസ്, ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ ഫ്രാക്ഷനേറ്റിംഗ് കോളം. അല്ലെ, നമ്മുടെ സാധാരണ ഡിസ്റ്റിലേഷനോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം അവിടെ നമുക്ക് എക്സ്ട്രാ വരുന്നു. അല്ലെ, എന്താണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇസ്, യു ക്യാൻ സീ എ ഫ്രാക്ഷനേറ്റിംഗ് കോളം ദേ. ഓക്കെ, ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ നമുക്ക് ഒരുപാട് ബീഡ്സ് ഉണ്ട്. ഇതെന്താണ്? ഒരു തെർമോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ്സിന്റെ ബേസിസിലാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അല്ലെ, അപ്പോൾ അവിടെ നമുക്ക് ആ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ കണ്ടൻസർ. ഹിയർ യു ക്യാൻ സീ എ കണ്ടൻസർ. ഇവിടെ എന്ത് ചെയ്യുന്നു? വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? യെസ്, മിക്സ്ചറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളെയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അല്ലെ, എന്താണ്? ദ മിക്സ്ചർ ഓഫ് മിസിബിൾ ലിക്വിഡ്സ് ഇഫ് ഇറ്റ് ഇസ് ഹാവിംഗ്
a boiling point difference less than 25 Kelvin. ശ്രദ്ധിക്കുക, 25 degree Celsius അല്ല, it is given 25 Kelvin. Okay, it is known as the method that we can use. It is a fractional distillation. Okay, fractional distillation കണ്ടു. ഇനി എന്താണ്? യെസ്, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്? എത്തനോൾ. ആരാണ്? എത്തനോൾ. The boiling point, it is 78 degrees Celsius, and the methanol, the boiling point, it is 65 degrees Celsius. ഇവർ തമ്മിൽ 78 and 65 അടുത്തടുത്തുള്ള ആൾക്കാരാണ് അല്ലെ. ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്താൽ മതിയോ? പോരാ അല്ലെ. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? We have to do fractional distillation. അപ്പോൾ എന്ത് ചെയ്യാണ്? Are two miscible liquids, there is only a small difference in their boiling points. These two liquids are separated from their mixtures by fractional distillation. Which method we are using? We are using the fractional distillation. കാരണം എന്താണ്? ഒരേ ഒരു കാരണമാണ്, രണ്ട് കാരണമുണ്ട്. രണ്ടുപേരും മിസിബിൾ ലിക്വിഡ്സ് ആണ്. മാത്രമല്ല ഇവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് അടുത്തടുത്താണ് അല്ലെ. only a small variation is there. So നമ്മൾ എന്ത് ചെയ്യും? മിക്സ്ചർ എടുക്കും. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളെ നമുക്ക് എന്ത് ചെയ്യാം? By using the fractionating column, by using the condenser, we can separate first. പിന്നെ നമുക്ക് സെക്കൻഡ് ആരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു? യെസ്, അടുത്ത ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളെ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. രണ്ട് ലിക്വിഡ്സ് ആവണമെന്നില്ല കേട്ടോ. 2, 3, 4, 5 ആവട്ടെ. ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ? യെസ്, നെക്സ്റ്റ് സെക്ഷന്റെ മുന്നേ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. സെയിം ടോപ്പിക് ആണ്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഡാഷ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ്. പെട്രോളിയം പ്രൊഡക്ട്സിന്റെ സെപ്പറേഷൻ നമ്മൾ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, സസ്പെൻഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇറ്റ്സെൽഫ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് നോക്കാം. fractional distillation of crude oil or any kind of petroleum products. Crude oil, which is drilled out from the depths of the earth, is a mixture of hydrocarbons which do not have much difference in their boiling point. Endana? It is the crude oil ennu parayunnathu endana? They do not have the components of crude oil. Crude oil ulla aalkarude pratyekada ennu parayunnathu, they are not having much difference in their ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ അധികം ഡിഫറൻസ് ഇല്ല. ആ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വി ക്യാൻ യൂസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്തൊക്കെ വസ്തുക്കളാണ് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നത്? പെട്രോൾ, ഡീസൽ. ആലോചിക്കുക, നമ്മുടെ വണ്ടികളിൽ, നമ്മുടെ കാറ്, ബൈക്ക് എന്തുമാവട്ടെ നമ്മൾ ഡീസലും പെട്രോളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ പെട്രോളും ഡീസലും ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ബൈ യൂസിങ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, സോ നമുക്ക് എന്താണ്? പെട്രോൾ, ഡീസൽ, കെറോസിൻ. വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും ഒന്ന് കത്തുന്നില്ലെങ്കിൽ നമ്മൾ അപ്പം മണ്ണെണ്ണ എടുത്ത് ഒഴിക്കാറുണ്ട് അല്ലെ. കെറോസിൻ. ഈവൻ ദിസ് കെറോസിൻ is obtained from the crude oil with the help of the fractional distillation. Okay, naphtha etc. are separated by the fractional distillation. So this is all about the fractional distillation. Examples അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ crude oil importance അറിഞ്ഞിരിക്കുക. Okay, now let's move to the next question. What is the question given here? Boiling point of oxygen. MCQs ആണ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. സെപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെയാണ് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ് ആൻസർ? കമന്റ് ചെയ്തേ. ആൻസർ പറയുന്നതിന്റെ മുന്നേ ഇത് ഏത് സെക്ഷൻ തന്നെയാണ്? ഏത് ടൈപ്പ് ഓഫ് സെപ്പറേഷനിലാണ് നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളത്? ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാരുടെ ബോയിലിംഗ് പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഏതാണ്? ജസ്റ്റ് മെൻഷൻ ദ ആൻസർ ദേ. എന്ത് ടൈപ്പ് ഓഫ് സെപ്പറേഷൻ ആണത്? യെസ്, വെരി ഗുഡ്. ഏതിലാണ്? നമ്മുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണിത് അല്ലെ. ഇതിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ആരാണ്? whether it is -280, whether it is -183, whether it is -130, or whether it is -220. Which is the correct answer? Fatima Nazreen. Yes, very good. Verate answer verate. Just mention the answer there. Speed പോരാ. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് ബോയ്സിനെക്കാട്ടും എനർജറ്റിക് എന്ന് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ആൻസേഴ്സ് വരുന്നത് ഗേൾസിന്റെ അടുത്ത് നിന്നാണ്. ബോയ്സ് വിട്ടുകൊടുക്കരുത്, വേഗം വേഗം ആൻസർ ചെയ്യാം. ഓക്കെ, വാട്ട് ഇസ് ദ ആൻസർ? വെദർ ഇറ്റ് ഇസ് -183 or not. പെൺകുട്ടികൾ പറഞ്ഞത് -183 എന്നാണ്. വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്?
യെസ് ആൻസർ വരട്ടെ. -183 തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ നോക്കാം. വാട്ട് ഇസ് ദ ആൻസർ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് -183. നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ അല്ലേ? നമ്മുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലായിരുന്നു പഠിച്ചത്. ഈ ടേബിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നു. ആ ഫ്ലോ ചാർട്ടിന്റെ ഏറ്റവും ലാസ്റ്റിലുള്ള ടേബിൾ ആണ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ഓക്സിജൻ, ഓർഗൻ ആൻഡ് നൈട്രജൻ. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഓക്സിജൻ ആണ് ചോദിച്ചത്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാംസിന് ആർഗൻ ആവാം, നൈട്രജൻ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യെസ്, യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്സിജൻ്റെത് പഠിച്ചു വെക്കുക, ആർഗൻ്റെത് പഠിച്ചു വെക്കുക, നൈട്രജൻ്റെത് പഠിച്ചു വെക്കുക. ഓക്സിജൻ ഇറ്റ് ഇസ് -183, argon it is -186, and nitrogen it is -196. okay, boiling points നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഫ്ലോ ചാർട്ടിൽ എന്താണ് തന്നിരിക്കുന്നത്? എയർ അല്ലെ, സെപ്പറേഷൻ ഓഫ് ദ കമ്പോണൻസ് ഓഫ് എയർ. എയറിലുള്ള കമ്പോണൻസ് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കംപ്രസ് ആൻഡ് കൂൾ ബൈ ഇൻക്രീസിംഗ് പ്രഷർ ആൻഡ് ഡിക്രീസിംഗ് ടെമ്പറേച്ചർ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എയറിനെ കംപ്രസ് ചെയ്യാണ് ബൈ ഇൻക്രീസിംഗ് ദ പ്രഷർ ആൻഡ് കൂൾ ചെയ്യാണ് ബൈ ഡിക്രീസിംഗ് ദ ടെമ്പറേച്ചർ. നമുക്ക് എന്താണ് കിട്ടിയത്? വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ ലിക്വിഡ് എയർ. ഓക്കെ, ലിക്വിഡ് എയർ കിട്ടി. allowed to warm up slowly in fractional distillation column. ഇതിന് നേരെ നമ്മൾ എങ്ങോട്ടേക്ക് പാസ് ചെയ്തു? നമ്മുടെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് പാസ് ചെയ്തു. അവിടെ വെച്ചിട്ട് എന്താണ്? കണ്ടൻസർ വഴി അത് കൂൾ ചെയ്തു, നമ്മുടെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലെത്തി. നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നു? ദി ഗ്യാസസ് ഗെറ്റ് സെപ്പറേറ്റഡ് അറ്റ് ഡിഫറെന്റ് ഹൈറ്റ്സ് അക്കോർഡിംഗ് ടു ദ ബോയിലിംഗ് പോയിന്റ്സ്. നമുക്ക് എന്താണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ ഓരോരോ ഹൈറ്റ്സിൽ നമുക്ക് നമ്മുടെ ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. സോ ഹിയർ യു ക്യാൻ സി നമ്മുടെ സെയിം ടേബിൾ ആണ് അല്ലെ? Oxygen -183, argon -186, and nitrogen -196. So we are able to separate the gases from it. Oxygen ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഓക്സിജൻ എടുക്കാം. നൈട്രജൻ മതി എനിക്ക് എൻ്റെ വണ്ടി നല്ല സ്പീഡിൽ പോകണം, അതിന് എനിക്ക് നൈട്രജൻ ഗ്യാസ് ആണ് ആവശ്യം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? എയറിൽ നിന്ന് നൈട്രജൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലേ? വി ക്യാൻ യൂസ് ഇറ്റ്. അതേപോലെ തന്നെയാണ് ഓക്സിജനും ആർഗനും. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ പിക്ചറൈസേഷൻ ദാറ്റ് ഇസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചറൈസേഷൻ ആണ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ദ എയർ. ഓക്കെ, എയറിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള സെക്ഷൻസ് ആണ്. ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ലിക്വിഡ് ആക്കി മാറ്റി അല്ലെ? ലിക്വിഡ് എയർ ആക്കി മാറ്റി, കണ്ടൻസർ വഴി കൂൾ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷനേറ്റം കോളത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട ഗ്യാസസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു പ്യൂരിഫൈ സോളിഡ്. സോളിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? Just comment your answers. Which is the method that we can use to purify a solid? Solids ne purify അല്ലെങ്കിൽ നല്ല പ്യൂർ ഫോമിലുള്ള സോളിഡ്സിനെ കിട്ടണമെങ്കിൽ ഞാൻ ഏത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ആൻസർ വന്നിട്ടില്ല, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. വിച്ച് ഇസ് ദ ആൻസർ? യെസ്, ഏതാണ്? ഓപ്ഷൻസ് ആ ഐ വിൽ ജസ്റ്റ് റീഡ് ദ ഓപ്ഷൻസ്. ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. നാലെണ്ണം വായിച്ചു. ഡിസ്റ്റിലേഷൻ, sublimation, fractional distillation, crystallization. ഏതായിരിക്കും ആൻസർ? യെസ്, വെരി ഗുഡ് ഫാത്തിമ. യെസ്, ആൻസർ ചെയ്യാ. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? നിങ്ങൾക്ക് ഇനി ആൻസർ അറിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇടുക. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്സും നമ്മൾ തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ കമന്റിൽ ആൻസർ ചെയ്തോളൂ. ഏതാണ് ആൻസർ? യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നത് ക്രിസ്റ്റലൈസേഷൻ തന്നെയാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ആ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെ? രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് രണ്ടും എല്ലാം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സബ്ലിമേഷൻ ആണോ ക്രിസ്റ്റലൈസേഷൻ ആണോ? ഏതാണ് വരുന്നത്? whether it is sublimation or crystallization. ഏതാണ് ആൻസർ? it is a crystallization. the correct answer, it is a crystallization. അപ്പോൾ നമുക്ക് എന്ത് പറയാം? the correct answer എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ആണ്. ഓക്കെ, ക്രിസ്റ്റലൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്താണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ക്രിസ്റ്റലൈസേഷൻ വഴി നമ്മൾ എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് പ്യോർ ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, പ്യോർ ക്രിസ്റ്റൽസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ദ ടൈം ഇസ് 8:30 അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ ഇനി ഡിസ്കസ് ചെയ്യണോ? എന്താണ് ചെയ്യേണ്ടത്? ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ ഡു നോട്ട് യൂസ്ഡ് ഇൻ
4 സെക്ഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് കുറെ യൂസസ് തരും, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കണം. ഇവിടെ ചോദിച്ചതും സെൻട്രിഫ്യൂഗേഷൻ ഡു നോട്ട് യൂസ് ചെയ്യാത്തത് ഏതിലാണ്? ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് സെപ്പറേറ്റ് ബട്ടർ ഫ്രം ക്രീം ടു സെപ്പറേറ്റ് വാട്ടർ ആൻഡ് ഷുഗർ, യൂസ്ഡ് ഇൻ വാഷിംഗ് മെഷീൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്താണ് സ്പീഡിൽ തിരിക്കുകയാണ് അല്ലെ. എന്താണ് സ്പീഡിൽ തിരിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് താഴെ നമുക്ക് സെഡിമെന്റ് ചെയ്യുന്നു അല്ലെ. ഇതിൽ ഏത് മെത്തേഡാണ്, ഇതിൽ ഏത് എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത്? ദ ആൻസർ ഇറ്റ് ഈസ് ടു സെപ്പറേറ്റ് വാട്ടർ ആൻഡ് ഷുഗർ അല്ലെ. നമ്മുടെ വാട്ടറും ഷുഗറും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടല്ല? സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല. സോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ഇൻസോളിബിൾ സോളിഡ്സ് ഫ്രം ലിക്വിഡ്. എന്താണ്? സെപ്പറേഷൻ ഓഫ് ഇൻസോളിബിൾ സോളിഡ്സ്. നമ്മുടെ സൊല്യൂഷനിൽ കലരാത്ത സോളിഡ്സിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. The denser particles are forced to the bottom and the lighter particles stay at the top when spun rapidly. അപ്പോൾ denser particle താഴെയുള്ളത് നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Okay, the applications are used in diagnostic laboratories for blood and urine test, used in dairies and home to separate butter and cream, and also in the washing machines to squeeze out water from wet clothes. These are the applications of what? Yes, applications of a centrifugation. Okay, so these are all the questions that we have discussed in our class. ഇന്നത്തെ സെക്ഷനിൽ, ഇന്നത്തെ ലൈവ് സെക്ഷനിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി എന്ത് ചെയ്യാം? യെസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ചാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.